2000 വർഷം പഴക്കമുള്ള റോമൻ കോൺക്രീറ്റ് എങ്ങനെയാണ് പുതിയ കോൺക്രീറ്റ് ടെക്നോളജിയെ പരാജയപ്പെടുത്തിയത്? നമ്മുടെ കോൺക്രീറ്റിംഗിൽ പല സ്ഥലങ്ങളിലും 20 വർഷം കൂടുമ്പോഴൊക്കെ അതിന് റിപ്പയറിംഗ് ആവശ്യമാണ്. പക്ഷേ റോമൻസ് ഉണ്ടാക്കിയ 2000 വർഷം പഴക്കമുള്ള കോൺക്രീറ്റ് ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ അതിനൊരു സ്റ്റഡി ആവശ്യമാണ്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? ഇതിൻ്റെ പ്രധാന കാരണം ഇതിൻ്റെ ബൈൻഡിങ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്ന സിമെൻറ്റിലുള്ള കോമ്പോസിഷൻ ഡിഫറൻസ് ആണ്. പണ്ട് കാലത്ത് റോമൻ കോൺക്രീറ്റിൽ വോൾക്കാനിക് ആഷാണ് ഫുള്ളായിട്ടും യൂസ് ചെയ്തിരുന്നത്. അത് സീ വാട്ടറിനായിട്ട് മിക്സ് ആകുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ വഴി വളരെ ഡ്യൂറബിൾ ആയിട്ടൊരു ക്രിസ്റ്റൽ ഫോം ചെയ്യും. അത് കാലം കഴിയും തോറും പല കോൺക്രീറ്റിന്റെ സെൽഫ് ഹീലിംഗ് കപ്പാസിറ്റിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുക. എന്തെങ്കിലും ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ അത് സെൽഫ് ഹീലിംഗ് നടത്തും. എന്നാൽ മോഡേൺ കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്ന സിമെന്റിൽ പോർട്ട്ലാൻഡ് സിമെന്റ്സ് ആണ് അധികം യൂസ് ചെയ്യുന്നത്. അത് ഈ ടൈപ്പിലുള്ള ക്രിസ്റ്റൽസ് ഫോമിംഗ് അതിനുള്ളിൽ നടക്കുന്നില്ല. രണ്ടാമത് സീ വാട്ടർ റിയാക്ഷൻ ആണ്. റോമൻ കോൺക്രീറ്റ് സീ വാട്ടറിനോട് അഥവാ ഉപ്പ് കലർന്ന വെള്ളത്തിനോട് റിയാക്ഷൻ വരുമ്പോൾ സ്ട്രെങ്തൻ ചെയ്യും. എന്നാൽ നമുക്കറിയാം നമ്മളുടെ കോൺക്രീറ്റ് അത് വീക്കൻ ചെയ്യുകയാണ് ചെയ്യുക. അടുത്തൊരു പ്രധാന കാരണം ഒരു സ്ട്രക്ചർ എത്ര കാലം നിലനിൽക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നിടത്താണ്. പണ്ട് കാലത്ത് ആളുകൾ 4000-5000 വർഷങ്ങൾ ഇത് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മളുടെ കോൺക്രീറ്റ് ലൈഫ് സ്പാൻ 50 to 100 years ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനും ആ ഒരു ക്വാളിറ്റി അവർ അഷ്യൂർ ചെയ്താൽ മതി. അത് മാത്രമല്ല, കൂടുതൽ എക്കണോമിക്കൽ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതുപോലുള്ള ഫുള്ളി ഫ്ലൈ ആഷ് മിക്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും നമുക്കിന്ന് പോസിബിളേ അല്ല. ഇന്നത്തെ കൺസ്ട്രക്ഷൻ ഓൾ അബൌട്ട് സ്പീഡ്, നോട്ട് ഫോർ സെഞ്ചുറീസ്. അതുകൊണ്ടാണ് പുതിയതായി ഉണ്ടാക്കുന്ന റോഡും അതുപോലെ ബിൽഡിങ്ങുകളൊക്കെ പെട്ടെന്ന് മെയിൻ്റെനൻസ് വേണ്ടി വരുന്നത്. 2000 വർഷം മുന്നേ ഉള്ള എഞ്ചിനീയേഴ്സ് എത്രമാത്രം സ്കിൽഡ് ആണ്, വിഷണറീസ് ആണ് എന്നുള്ളത് ഈ നിർമ്മിതികൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും.